തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന സിപിഎം നേതാവ് ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുത്തു പോലീസ്. ആലപ്പുഴ സൌത്ത് പോലീസാണ് ജില്ലാ വരണാധികാരിയായ കളക്ടറുടെ പരാതിയിൽ കേസെടുത്തത്. ബൂത്ത് പിടിച്ചെടുത്തത് മുതൽ വ്യാജരേഖ ചമച്ചതുവരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സുധാകരനെ പോലുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പോലീസ് നടപടിയെ വിമർശിച്ച് ജില്ലാ സെക്രട്ടറി ആർ നാസർ രംഗത്ത്. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിലാണ് ആലപ്പുഴ സൌത്ത് പോലീസ് സുധാകരനെതിരെ കേസെടുത്തത്. ബൂത്ത് പിടിച്ചെടുത്തത് മുതൽ വ്യാജരേഖ ചമച്ചതടക്കം 6 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം ലഭിച്ച ശേഷം ഇന്ന് വൈകിട്ടോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുത്തി പറഞ്ഞ സുധാകരന്റെ പ്രസംഗത്തിനൊപ്പമാണ് പാർട്ടിയെന്നും സുധാകരനെ പോലുള്ളവർ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞതാണ്, അതിലാണ് പാർട്ടിയുള്ളത്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം. കേസെടുത്ത് എഫ്ഐആർ ഇടാനുള്ള എന്ത് തെളിവാണുള്ളതെന്നായിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണം. പ്രാഥമിക ഒരു അന്വേഷണം നടത്തണ്ടേ? അന്വേഷണം എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവ് കിട്ടിയിട്ടാണോ അവർ എഫ്ഐആർ ഇടുന്നത്? ഒരു തെളിവില്ല. തെളിവില്ലാതെ എഫ്ഐആർ ഇടുകയാണ് ഇത് ചെയ്യുക. തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന ജി സുധാകരന്റെ പ്രസംഗത്തെ തള്ളി 89-ൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച KV ദേവദാസ് രംഗത്ത് വന്നു. ടിവിയിലൂടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ട്. ആക്റ്റീവ് സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എന്റെ ശ്രദ്ധയിൽ പെടണ്ടേ? ഒരു പ്രവർത്തകൻ പോലും ഈ കഴിഞ്ഞ 36 വർഷത്തിനിടയ്ക്ക് ഇത്തരം ഒരു കാര്യം സൂചിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് NGO യൂണിയന്റെ സമ്മേളനത്തിൽ ജി സുധാകരൻ വിവാദ പ്രസംഗം നടത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് തന്റെ പ്രസംഗത്തെ സുധാകരൻ തിരുത്തി. വെള്ളിയാഴ്ച പോലീസ് കേസെടുത്തതിനു ശേഷം ജി സുധാകരൻ ഇതുവരെയും പ്രതികരിക്കാൻ സന്നദ്ധമായിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളിലേക്കാവും ഇനി പോലീസ് കടക്കുക. ഫൈസൽ നീർക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.